ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പോക്കോ എന്ന ബ്രാൻഡ് സാധാരണയായി കൂടുതലും വാല്യൂ ഫോർ മണി ഫോൺസ് ആണ് ഇറക്കുന്നത്. ഇപ്പോൾ അതുപോലെ പുതിയൊരു ഫോൺ എത്തിയിട്ടുണ്ട്, പോക്കോ M5. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ M5 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 6.58 ഇഞ്ചസിൻ്റെ ഫുൾ HD+ LCD പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഫോണിൽ IP52 റേറ്റിംഗും കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല. അതുപോലെ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3D പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. ഈ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിന്റെ സൈഡിൽ പവർ ബട്ടൺ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. ഈ ഫോണിന്റെ വെയിറ്റ് വരുന്നത് 201 ഗ്രാം ആണ്. തിക്നെസ് 8.9 mm ആണ്. ഫോണിന്റെ ബാക്കിൽ ലെതർ പോലുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ലെതറിന്റെ ഒരു ലുക്കൊക്കെയാണ് വരുന്നത്. 3 കളർ വേരിയൻസിലാണ് ഈ ഒരു ഫോൺ വരുന്നത്: ഐസി ബ്ലൂ, പോക്കോ യെല്ലോ, പവർ ബ്ലാക്ക്. ഇനി പ്രൊസസ്സറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ MediaTek Helio G99 എന്ന ഒക്ടോ കോർ പ്രൊസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാഫിക്സ് മാലി G57 MC2 ആണ്. ആൻഡ്രോയിഡ് 12 ബേസ് ചെയ്തിട്ടുള്ള MIUI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ MediaTek Helio G99 അത്യാവശ്യം നല്ലൊരു പ്രൊസസ്സറാണ്. ഇതൊരു 5G ഫോണല്ല, ഇതൊരു 4G ഫോണാണ്. ഇനി സ്റ്റോറേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 4GB 64GB 6GB 120GB എന്ന 2 വേരിയൻസിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. LPDDR4Xൻ്റെ റാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് മെമ്മറി 512GB വരെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. ടെർബോ റാം എന്ന ഫീച്ചറും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇന്റേണൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് മെമ്മറി എടുക്കാം. ഈ ഫോണിൽ IR ബ്ലാസ്റ്റർ എന്ന ഫീച്ചറും വരുന്നുണ്ട്. അതുപോലെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതായത് 50 മെഗാപിക്സലിന്റെ f1.8 അപ്പർച്ചർ എന്ന റെയർ ക്യാമറയും 2 മെഗാപിക്സലിന്റെ f2.4 അപ്പർച്ചർ വരുന്ന മാക്രോ ലെൻസും 2 മെഗാപിക്സലിന്റെ f2.4 അപ്പർച്ചർ വരുന്ന ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ 8 മെഗാപിക്സലിന്റെ f2.0 അപ്പർച്ചർ വരുന്ന സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോൺ ടൈപ്പ് C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്ററി ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രൈസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 4GB 64GBയുടെ പ്രൈസ് വരുന്നത് 12,499 ആണ്. അതുപോലെ 6GB 120GBയുടെ പ്രൈസ് വരുന്നത് 14,499. സെപ്റ്റംബർ 13 മുതലാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയാണ് സെയിൽ തുടങ്ങുന്നത്. ICC, ആക്സിസ് ബാങ്കിൻ്റെ ഒക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 1000 റുപ്പീസിൻ്റെ ഓഫർ ലഭിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ AMOLED ഡിസ്പ്ലേ ഇല്ല, വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ശ്രദ്ധിക്കുക. ഓഫർ വരുന്ന ടൈം ഈ ഒരു ഫോൺ എടുക്കാവുന്നതാണ്. അതായത് 11,000 റേഞ്ചിലൊക്കെ ഒരു ഫോൺ ഓക്കെ ആണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സൊക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ നല്ല ഫോൺസൊക്കെ അവൈലബിൾ ആണ്. അതായത് Realme, Moto പോലുള്ള ബ്രാൻഡ്സിൻ്റെ. പിന്നെ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഫോൺ എടുക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ചെറിയൊരു ഗീവ് അവേ നടക്കുന്നുണ്ട്. എല്ലാവരും ഗീവ് അവേയിൽ പങ്കെടുക്കുക.